എല്ലാവർക്കും നമസ്കാരം. എന്നാണ്ട് വാർത്ത? അപ്പോൾ ഒരു 10 വാർത്തകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. കുറച്ച് ദിവസമായില്ലേ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ട്രാക്കിംഗ് അല്ല, പ്രധാനപ്പെട്ട 10 വാർത്തകൾ, ഈ ആഴ്ച സംഭവിച്ചേക്കുന്ന 10 വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം T20 വേൾഡ് കപ്പ്. T20 വേൾഡ് കപ്പ് അമേരിക്കയിൽ നടക്കുന്നത്. ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാറ്റലൈറ്റ് ഏതാണ്? നമുക്ക് DD ഫ്രീ ഡിഷിൽ നിന്ന് തുടങ്ങാം. DD ഫ്രീ ഡിഷിൽ DD സ്പോർട്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. DD സ്പോർട്സിൽ നമുക്ക് ഇന്ത്യയുടെ കളികളെല്ലാം കാണാൻ പറ്റും, അതിനെല്ലാ ഫയലിലും കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന 88 ഡിഗ്രിയിൽ വത്തൻ TV വന്നിട്ടുണ്ട്. വത്തൻ TVയിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയത് 38 ഡിഗ്രി പാക് സാറ്റിൽ കൂടെ കുറച്ച് ചാനലുകൾ കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ക്രിക്കറ്റ് കളി കാണാൻ പറ്റും. അതാണ് T20 വേൾഡ് കപ്പിനെ കുറിച്ച് ഈ ആഴ്ചയിൽ പ്രധാനമായിട്ടുള്ള വാർത്ത. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റൽസാറ്റ് 17, അതായത് 66 ഡിഗ്രി ഇൻറ്റൽസാറ്റ് 17 നമുക്ക് സിഗ്നൽ കുറവാണ് നിലവിൽ. പല ആൾക്കാരും വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, സിഗ്നൽ കിട്ടുന്നില്ല. നമ്മുടെ മലയാളം ചാനലുകൾ പ്രധാനമായിട്ടും ഏഷ്യാനെറ്റ്, മിഡിൽ ഈസ്റ്റ്, അതേപോലെ സഫാരി, അതേപോലെ വരുന്ന ചാനലുകളാണ് കിട്ടാതെ വരുന്നത്. അത് കിട്ടാതെ വരുന്നവർ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ താഴെ വരുന്ന, അതായത് നമ്മൾ ഡിഷ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഭാഗങ്ങൾ, ആ താഴെ വരുന്ന ഭാഗങ്ങളിലെ ഷീറ്റുകൾ, ആ 3 ഷീറ്റുകളൊന്ന് കറക്റ്റ് ചെയ്യുക. ആ 3 ഷീറ്റുകളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഗമമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ LNBയുടെ ഹൈറ്റ്, കറക്കം, നമ്മൾ 5G LNB ഒക്കെ ഇച്ചിരോടെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതായത് അതിൻ്റെ ആ കറക്കം നമ്മൾ അവിടുന്ന് കൈ വിട്ടിട്ട് മാറി നിന്നിട്ട് സിഗ്നൽ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വേണം 5G LNB കറക്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വേണം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റൽസാറ്റ് 17ൻ്റെ ഡിഷ് വരുന്നതെന്ന് ഓർക്കുക. 6 അടി ഡിഷ് വരുന്നതെന്ന് ഓർക്കുക. ആ ഡിഷിൻ്റെ ഈ സൈഡിൽ നിന്നും ഈ സൈഡ് വരെയുള്ള താഴത്തെ പാളികൾ, അതായത് ഈ അടിവശം വരുന്ന പാളികൾ, അവിടെ ഈ സൈഡിൽ പൊക്കുവോ ഈ സൈഡിൽ താത്തുവോ പൊക്കുവോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മൂല, അതായത് ഇവിടെ വരുന്ന ഷീറ്റ്, ആ താന്ന് കിടക്കുന്ന ഷീറ്റ് പൊക്കോ താത്തുവോ ഈ സൈഡോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിഗ്നൽ പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഓരോ ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ മൂന്നാമത്തെ വാർത്ത. പുതിയ ചാനലുകൾ വല്ലതും, പുതിയ സാറ്റലൈറ്റ് വല്ലതും വന്നോ? ഏതാ പുതിയ സാറ്റലൈറ്റ് വന്നോ, പുതിയ ചാനലുകൾ വന്നോ? അതിനെക്കുറിച്ചൊരു മറുപടി പറയാനാണ്. 88 ഡിഗ്രിയിൽ വത്തൻ TV വന്നിട്ടുണ്ട്. 1, 2, 105 ഡിഗ്രിയിൽ ഏഷ്യാസാറ്റ് 105 ഡിഗ്രിയിൽ ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മതി, പുതിയ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, ചാനൽ വന്നിട്ടുണ്ട്. അതേപോലെ 93.5 നമ്മുടെ DD ഫ്രീ ഡിഷിൽ ചാനലുകൾ വന്നിട്ടുണ്ട്. അതേപോലെ 38 ഡിഗ്രി പാക് സാറ്റിൽ പുതിയ ഫ്രീക്വൻസിയും ചാനലുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് പറയാനുള്ളത് അതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസിയും മറ്റു കാര്യങ്ങളും വേണമെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കുക. 97 44 88 94 95. പരമാവധി ബോറടിപ്പിക്കാതെ നിങ്ങളെ എങ്ങനെയാലും ഈ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് സ്പീഡിൽ പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് കുറേ വീഡിയോകൾ ഞാൻ കണ്ടു, യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലും എല്ലാം കണ്ടു. ഏതാണ് ഏറ്റവും ബെസ്റ്റ് DTH എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും കമ്മീഷൻ. ഞാൻ DTH വിൽക്കുന്നതാണ്. കമ്മീഷൻ കൂടിയ വസ്തുക്കൾ വിൽക്കുമ്പം അതാണ് നല്ലതെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അത് തെറ്റാണത്. ഞാൻ പലരും കണ്ടു. ഞാൻ ഓരോന്നിനെയും കുറിച്ച് പറയാം. എനിക്കിവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ നിറയെ ആൾ നിൽപ്പുണ്ട്. ഇവിടെ ആൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. വന്ന ആൾക്കാർ അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പഴയ കസ്റ്റമേഴ്സാണ്, ഒന്ന് ഈ ചേട്ടൻ പുതിയ ആളാണ്, നിന്ന് കൈകാര്യം ചെയ്യട്ടെന്ന് പറഞ്ഞു. പുള്ളി കാര്യം പറഞ്ഞു, എനിക്കൊരു DTH വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അവിടെ പോയി ഡിഷും ഫിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നോട് ഇരുന്നിട്ട് പുള്ളി ചായയൊക്കെ തന്നപ്പോൾ പറഞ്ഞു, ഞാൻ മറ്റു കടകളിലൊക്കെ പോയി അന്വേഷിച്ചു. ഏതെങ്കിലും ഓർണത്തിനെക്കുറിച്ച് അവർ പറയും, അത് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണ ശൈലിയായിരുന്നു. പക്ഷേ സുധീഷിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ DTH ഉണ്ട്, അതായത് എല്ലാ DTH ഉണ്ട്. അതിന് ഓരോന്നിനെയും കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അത് നിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആ കസ്റ്റമറോട് പറഞ്ഞു തന്നെ എനിക്ക് നിങ്ങളോടും പറയുള്ളൂ. ടാറ്റ സ്കൈ എടുത്തോ, ഒരു ചാനൽ നമുക്ക് ആഡ് ചെയ്യാം, അതേപടി തന്നെ ഡ്രോപ്പ് ചെയ്യാനും പറ്റും. പക്ഷേ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുറന്ന് തന്നെ പറയാണ്, ടാറ്റ സ്കൈ വിൽക്കുന്നവരും കമ്പനിക്കാരും വരെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അത് ഏതെണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റ സ്കൈ സിനിമ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ചാനലുകൾ എപ്പോഴും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ
പാക്കേജ് ഡ്രോപ്പ് ചെയ്ത് 229 പ്ലാനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനകത്ത് ഇതേപോലെ സിനിമ കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഒരു 300-400 രൂപ പ്ലാനിലേക്ക് പോയിട്ടുണ്ടാവും. അവരിവിടെ വന്നിട്ട് 1 മാസം ചാർജ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹളവും കാര്യങ്ങളുമായിട്ട് അത് വരുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്, ഡ്രോബാക്കാണ് ശരിക്കത്. അതേപോലെ തന്നെ ക്ലാരിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് എയർടെൽ അല്ലാതെ വേറെ ഏത് നെറ്റ്വർക്ക്, ടാറ്റ സ്കൈക്കൊന്നും അത്രയും കിട്ടത്തില്ല, 100% ഉറപ്പാണ്. എവിടെ വേണമെങ്കിലും ഏത് TV വേണമെങ്കിലും നമുക്ക് തെളിയിക്കാം, എയർടെല്ലിൻ്റെ ക്ലാരിറ്റി ഒന്നിനും കിട്ടത്തില്ല. അതേപോലെ ഡിഷ് ടിവിയുടെ പാക്കേജുകളിൽ ചില ചാനലുകൾക്ക് റേറ്റ് കുറവുണ്ട്. അതുപോലെ തന്നെ വീഡിയോകോൺ ഡിഷ് TV ഇപ്പോൾ ഒന്നാണല്ലോ, അവരുടെ റീചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നല്ല റീചാർജ് കൊടുക്കുന്നുണ്ട്. അതായത് കോൾ സെൻറ്ററിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ചെല്ലുവാണെങ്കിൽ, നമ്മൾ റീചാർജ് ചെയ്യുവാണെങ്കിൽ, ഇന്ന് ചാർജ് ചെയ്യുവാണെങ്കിൽ സാർ ഇത്ര രൂപ നിങ്ങൾക്ക് പ്ലസ് കിട്ടുമെന്ന് പറയും. അത് കിട്ടും, കൊടുക്കുന്നുണ്ട്. നേരത്തെ അവരത് ചെയ്തുകൊണ്ടിരുന്നതാണ്. നേരത്തെ അവർ ചെയ്തുകൊണ്ടിരുന്നത് സിങ്ങൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് സിങ്ങ, ഡിഷ് TV, വീഡിയോകോൺ, ഇത് 3 ഒന്നാണല്ലോ. ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 300 രൂപ ചാർജ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ നേരിട്ട് വിളിച്ച് പറയുന്നത്. ആ 300 രൂപ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 600 രൂപ കിട്ടും. അത് കൊടുത്തുകൊണ്ട് തന്നെ അവരിരുന്നത്. ഇപ്പോഴും അതേ രീതിയിൽ പുതിയ ഇത് കൂട്ട് ആക്ടിവേഷനിൽ സഹിതം കസ്റ്റമർ ഇത്ര രൂപ ചാർജ് ചെയ്താൽ ഇത്ര രൂപ പ്ലസ് ആയിട്ട് കിട്ടും. അത് തന്നെയല്ല, ചില പാക്കേജ് സോണി അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ റേറ്റ് കുറവ് അവരുടെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സൺ ഡയറക്റ്റാണ്. സൺ ഡയറക്റ്റിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 250 രൂപയ്ക്ക്, വെറും 250 രൂപയ്ക്ക് മലയാളം, തമിഴ്, സ്പോർട്സ്, കിഡ്സ്, ഇംഗ്ലീഷ് മൂവി ഇത് കൊടുക്കാൻ ഒരു നെറ്റ്വർക്കുകാർക്കും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതിന് പുറമേ തന്നെ പറയുകയാണെങ്കിൽ കട്ടായി കിടക്കുന്ന കസ്റ്റമേഴ്സിന് 669 രൂപ തൊട്ടുള്ള മെയിലിലേക്കുള്ള 1 വർഷം 1 ഇയർ പ്ലാന്, അതായത് 6 മന്ത്, 3 മന്ത്, അതേപോലെ 59 രൂപയുടെ പ്ലാന്, ഇതൊന്നും വേറെ ഒരു DTH കമ്പനികൾക്കും അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റുകയില്ലാത്ത ഓഫർ തന്നെയാണ്. നേരത്തെ സാറ്റലൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒറ്റ സാറ്റലൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നവും തീർന്നു. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതാണ് DTHൻ്റെ കാര്യത്തിൽ പക്ഷപാതമില്ലാതെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അടുത്ത നമ്മുടെ വിഷയം, ഒരു പുതിയ മലയാളം ചാനൽ ഇൻറ്റൽസാറ്റ് 17 വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി 3858 7200 ഹോറിസോണ്ടൽ. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ബാക്കിയുള്ളവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മലയാളം ചാനൽ പുതിയതായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം സിഗ്നലുള്ള TV ആണ്, കുഴപ്പമില്ല. ആദ്യം സിഗ്നൽ ഇച്ചിരി കുറവായിരുന്നു, എന്നാൽ ഇപ്പോൾ സിഗ്നൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഫ്രീക്വൻസി വെച്ച് അതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇൻറ്റൽസാറ്റിലെ സിഗ്നൽ പ്രശ്നം, അതേപോലെ അത് നമ്മൾ ഒന്ന് പറഞ്ഞു. ആ കൂടെ തന്നെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ 5G പ്രശ്നം. 5G പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ കൊല്ലം തുളസി പറയുന്ന പോലെ അങ്ങ് ആലപ്പുഴ വെള്ളപ്പൊക്കം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ആ മുണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു പോക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ടോ അവിടെ. ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകും. ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ പറഞ്ഞ ആൾക്കാർ പോലും 5G LNB വെച്ച് പടം കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ 5G LNB ഇട്ട് കൊടുത്തെടുത്ത് ഒത്തുവരെ ഒരു കംപ്ലൈൻറ്റും ഒരു കസ്റ്റമറും പറഞ്ഞിട്ടില്ല. സുഖമായിട്ട് എല്ലാവരും പടം കാണുന്നുണ്ട്. അത് കാരണം 5G വന്നു, സി ബാൻഡ് അവസാനിച്ചു എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ പോകും. ഇനിയിപ്പോൾ എല്ലാ നെറ്റ്വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ പോകുന്ന പറയുന്നത്. പക്ഷെ അത് വരുമ്പോൾ അല്ലേ, അതിനിപ്പോഴേ നമ്മൾ മുണ്ട് പോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങ് ആലപ്പുഴയല്ലേ വെള്ളപ്പൊക്കം, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അതാണ് 5Gയെ കുറിച്ച് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇനി നമ്മുടെ ന്യൂ ട്രാക്കിംഗ് വിശേഷങ്ങളാണ്. അതായത് പുതിയതായിട്ട് നമ്മുടെ ട്രാക്കിംഗ് എന്തൊക്കെയാണെന്ന് നടന്നിരിക്കുന്നത്. ഈ ആഴ്ച നടന്നിരിക്കുന്നത് നമ്മുടെ പട്ടിമറ്റം നസീർക്ക പെരുമ്പാവൂർ 4 അടി ഡിഷയിൽ, ATMലെ 4 അടി ഡിഷയിൽ എല്ലാ ചാനലും തൈക്കോമിലെ എല്ലാ TPയും ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹാരിഷ് 138 ഡിഗ്രി ഇന്ന് വരെ ആരും പിടിച്ചിട്ടില്ല കേരളത്തിൽ. നേരത്തെ നമ്മുടെ പ്ലേ ബോയ് ഉണ്ടായിരുന്നപ്പോൾ ചെറിയ ഡിഷിൽ വന്നായിരുന്നു, അന്ന് സിഗ്നൽ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് ഓഫ് ആയിട്ടുള്ള ചൈന ബീം ആദ്യമായിട്ട് ട്രാക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഹരീഷാണ്, നമ്മുടെ സുഹൃത്താണ്. ഹരീഷ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്, പുള്ളിക്ക് അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 88 ഡിഗ്രിയിൽ വത്തൻ TV വന്നിട്ടുണ്ട്. അതാണ് പുതിയ ട്രാക്കിംഗ് വിശേഷം. പിന്നെ 53 ഡിഗ്രിയിൽ കുറച്ച് ചാനലുകൾ വന്നിട്ടുണ്ട്. നമുക്ക് വലിയ പ്രയോജനമുള്ള ചാനലുകളൊന്നുമല്ല, ഔട്ട് ഓഫ് കവറേജ് ആണ്. അതിനകത്ത് കുറച്ച് ചാനലുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് പൊതുവെ ഈ ആഴ്ചത്തെ ട്രാക്കിംഗ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇനി അടുത്ത കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി എല്ലാവർക്കും വരും. അതായത് സൺ ഡയറക്റ്റിൻ്റെ 4K ബോക്സ് 4K പോയിട്ട് സാധാ ബോക്സ് ഇവിടെ സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ 4K വരുന്നുള്ളൂ. അത് ഈ ആലപ്പുഴയിലെ വെള്ളപ്പൊക്കം പോലെ തന്നെയാണ്. വരട്ടെ, വരുമ്പോൾ നമുക്ക് കാണാം.
അതിനും നോർമലി ഇതിന് മാത്രം 10,000 20,000 വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇത്രേ ഉള്ളൂ സംഭവം ആകെപ്പാടെ. ഒരു 4K ബോക്സ് വരുന്നുണ്ട്. അത് നോർമലി നമ്മളൊരു ഫോണിൽ നിന്ന് ഒരു ഫോണിലേക്ക് അതിൻ്റെ വൈഫൈ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ പാസ്വേഡ് ഇട്ട് അടിച്ചു കൊടുത്ത് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളുമില്ല. 4K ചാനൽ എന്ന് പറയുന്നത് സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു 4K ചാനൽ വന്നിട്ടുണ്ട്. അത് അവന്മാർ കൊടുത്തേക്കുന്നത് ഏതാണ്ട് 86 88 രൂപ ആ റേഞ്ചിലാണ് കൊടുത്തേക്കുന്നത്. ടാക്സ് അടക്കം വന്നു കഴിയുമ്പോൾ ഏതാണ്ട് 100 രൂപ ഒരു ചാനലിന് മുടക്കം നമുക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ എത്ര കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. അത് TV ആ രീതിയിലുള്ളത് വേണം, ബോക്സും വേണം, പിന്നെ റീചാർജും, പിന്നെ എത്ര നേരം ഈ ടിവിയുടെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ TV സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ കാരണവന്മാർക്ക് ശാലോൻ TV കാണാനും വാർത്ത കാണാനും പിന്നെ പിള്ളേരെ മൊബൈലിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് കൊച്ചി TV പോലുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയും പിന്നെ കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ മൂവി ചാനലുകൾ അത് ഇങ്ങനെയുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ റീചാർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർ അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് 4K ബോക്സ് ഇതിന് മാത്രം ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. അത് നോർമലി വന്നു, അത് എല്ലാം വന്ന പോലെ എല്ലാ DTHകൾക്കും വന്ന പോലെ തന്നെ ഒരു ബോക്സ് അത്രമേ ഉള്ളൂ. അതിൻ്റെ ഉപയോഗം അത്യാവശ്യം ഒരു വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. അതിനെക്കുറിച്ച് അമിതമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ അടുത്ത വിഷയം, ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സംശയം നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് എമൽസാറ്റിൻ്റെ കാര്യം. എമൽസാറ്റ് 6 അടി ഡിഷിൽ കുറച്ച് ചല്ല് കിട്ടും, 8 അടി ഡിഷിൽ കുറച്ചുകൂടെ ചല്ല് കയറും, 10 അടിയിൽ കുറച്ചുകൂടെ ചല്ല് കിടും, 12 അടിയിൽ കുറച്ചുകൂടെ, 16 അടിയിൽ കുറച്ചുകൂടെ ചല്ല്. അത് ചെറിയൊരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റാണ്. അത് ട്യൂൺ ചെയ്യണമെങ്കിൽ നമ്മൾ റിസീവറിൽ കിട്ടുന്ന T2MI സപ്പോർട്ടുള്ള ബോക്സ് തന്നെ വേണം. പിന്നെ അതിനകത്തുള്ള വേറൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബോക്സ് അതൊക്കെ ഏറ്റവും കുറഞ്ഞ ബോക്സ് സ്റ്റാർസാറ്റ് പോലുള്ള ബോക്സുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇനി അടുത്ത സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ സെക്സ് പ്രോഗ്രാമുകൾ വരുന്ന സമയമുണ്ട്. അത് പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച, അതേപോലെ ശനിയാഴ്ച, ഞായറാഴ്ച, അതേപോലെയുള്ള 3 ദിവസങ്ങൾ, ആ 3 ദിവസങ്ങളിൽ ഒരു 12:30-ക്ക് ശേഷം. ഓക്കെ. പിന്നെ അടുത്ത നമ്മുടെ 10ാമത്തെ വിഷയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തൻ TV. വത്തൻ TV 40-ൽ കിട്ടുന്നുണ്ടോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. 40-ൽ ചെറിയ ഡിഷിൽ നമുക്ക് നിലവിൽ കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 88 ഡിഗ്രിയിലും 53 ഡിഗ്രിയിലുമാണ് കിട്ടുന്നത്. ഈ 2 സാറ്റലൈറ്റിലാണ് നിലവിലുള്ളൂ. അതിലല്ലാതെ വേറെ ഒന്നിലും വന്നിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയാം 128-ൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാം. ഈ കൂട്ടത്തിൽ 128-ൽ ഒന്നും തന്നെ വന്നിട്ടില്ല. ആ പഴയ രീതിയിൽ തന്നെ പോവുകയാണ്. 128-ൽ ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ വത്തൻ TV ഈ 2 സാറ്റലൈറ്റിലേ നിലവിലുള്ളൂ. അതിൽ തന്നെ 88 ഡിഗ്രിയിൽ നമുക്ക് ഫ്രീ ടു എയർ ആയിട്ടാണ് കിട്ടുന്നത് വത്തൻ TV. മറ്റേ 53 ഡിഗ്രിയിൽ നമുക്ക് കിട്ടുന്ന ബിസ്കി അല്ലെങ്കിൽ സ്കാമ്പിൾഡ് മോഡിലാണ് ചില സമയത്ത്. അത് അതിൻ്റെ സ്വഭാവം അറിയാലോ, തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ ആഴ്ചയിലെ. അപ്പോൾ ഇനിയും ഒരു 10 വാർത്ത പ്രധാനപ്പെട്ടത് വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ എന്തെങ്കിലും സംശയവും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അയച്ചുകൊള്ളുക. അപ്പോൾ അടുത്ത വാർത്തയായിട്ട് അല്ലെങ്കിൽ അടുത്ത ട്രാക്കിങ്ങുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.